മഴ കാരണം എമ്പുരാൻ സിനിമയുടെ ഗുജറാത്തിലെ ഷൂട്ടിംഗ് നിർത്തിവെച്ചത് നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം ഗുജറാത്തിൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനത്തോടെ എമ്പുരാൻ സിനിമയുടെ ഗുജറാത്ത് ഷെഡ്യൂള് റാപ്പ് ചെയ്യുന്നതാണ് സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ എമ്പുരാൻ സിനിമയിൽ കാസ്റ്റിംഗ് സംബന്ധിച്ച് പല റൂമേഴ്സും വരുന്നുണ്ട്. ഇതിൽ പല ഹോളിവുഡ് നടന്മാരുടെയും പേര് വരുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മമ്മൂക്ക എമ്പുരാൻ സിനിമയിൽ ഉണ്ടാവില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സിനിമയിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള പല കാസ്റ്റിങ്ങും ഉണ്ട്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ ഫുൾ ഷൂട്ട് നവംബറിൽ കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഒരു ഫാൻ തിയറി നമുക്ക് നോക്കാം. ലൂസിഫർ സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ചില പേപ്പർ കട്ടിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് ഖുറേഷി എബ്രാഹിമിനെ കുറിച്ച്. അത് സംബന്ധിച്ചുള്ള ഒരു ഫാൻ തിയറിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു പേപ്പർ കട്ടിങ്ങിൽ ഖുറേഷി എബ്രാഹിം ഒരാളാണോ അതോ 2 പേരാണോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെച്ച് ഫാൻ തിയറി വരുന്നത് എന്താ വെച്ചാൽ എമ്പുരാൻ സിനിമയുടെ ടൈറ്റിലിൽ 2 എയിൽ മാത്രം ബ്ലഡ് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഖുറേഷി എബ്രാഹിം എന്നത് 2 പേരാണെന്നൊക്കെയാണ് ഇപ്പോൾ ഫാൻ തിയറീസിൽ പറയുന്നത്. ശരിക്കും ലൂസിഫർ എന്ന സിനിമ ഒരു യൂണിവേഴ്സൽ സ്റ്റോറിയാണ്. ട്രിയോളജി ആയിട്ട് വരുന്ന ലൂസിഫർ സിനിമയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റാണ് എമ്പുരാൻ. എന്തായാലും എമ്പുരാൻ സിനിമയുടെ കഥ തന്നെ ഒരു യൂണിവേഴ്സൽ സ്റ്റോറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ സർപ്രൈസിങ് ആയിട്ടുള്ള പല കാസ്റ്റിങ്ങും വിഷ്വൽസും ഒക്കെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ലൂസിഫറിനേക്കാളും മുകളിൽ വരുന്ന ഒരു ചിത്രം തന്നെ ആവണം എമ്പുരാൻ. കാരണം എന്നാലേ ആ ഒരു സിനിമ നിലനിൽക്കുള്ളൂ. എന്തായാലും എല്ലാം നല്ലതുപോലെ സംഭവിച്ചാൽ മലയാളത്തിൽ നിന്നും ലക്ഷണമൊത്ത ഒരു മെഗാ പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് എമ്പുരാൻ മാറുമെന്ന കാര്യത്തിന് സംശയമില്ല. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.